സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ശക്തമാക്കാനാണ് ആശാമാരുടെ തീരുമാനം. വിഷയത്തിൽ പ്രതിപക്ഷവും സഭയിൽ പിന്തുണ നൽകും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയം, ആശാവർക്കർമാരുടെ വിഷയം സഭയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസം തന്നെ സഭ പ്രക്ഷുബ്ധമാകാൻ പോകുന്നത് ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലിയായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, അല്ലേ? അത് തള്ളിക്കളയാനാകില്ല. പ്രതിപക്ഷം ആശാവർക്കർമാർക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്. അതേസമയം തന്നെ നാളെ നിയമസഭയിലേക്ക് ആശമാർ മാർച്ച് നടത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും 21 ദിവസം പിന്നിടുകയാണ്. ആശാമാരുടെ സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവർ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നാളെ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്താനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സമരം ഇനിയും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഞങ്ങൾക്കിത് അതിജീവന സമരമാണ്. ഇത്രയും 21 ദിവസം രാപ്പകലില്ലാതെ സ്ത്രീജനങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, ഭരണസിരാ കേന്ദ്രത്തിന്റെ മുൻപിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ സ്ത്രീകളോട് യാതൊരുവിധ കരുണയോ അലിവോ തോന്നിയില്ല എന്ന് വെച്ചത് അത് ഇന്നലെ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും പോലീസ് വരുന്നത് ആഭ്യന്തരത്തിന്റെ ഉത്തരവില്ലാതെ വന്ന് ഈ വേല ചെയ്യത്തില്ല. കാരണം അവർ പറഞ്ഞത് ഞങ്ങളിത് അഴിപ്പിക്കണം, ഇവിടെ കെട്ടാൻ അങ്ങനെ പാടില്ല, നിങ്ങൾ കുട പിടിച്ചിട്ടിരിക്കുന്നതാണ്. ആ വെളുപ്പാങ്കാലത്തെ 3 മണിക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ഞങ്ങൾ ആശമാര് മയക്കത്തിലേക്ക് വീണ ഞങ്ങളെയാണ് വിളിച്ചെണീപ്പിച്ചിട്ട് ഈ കവർ അഴിപ്പിച്ചത്. വളരെ ദുഃഖമുണ്ട്, ഖേദകരമുണ്ട്. സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് വനിതാ മതിൽ തീർക്കുന്നവരും, സ്ത്രീ ശാക്തീകരണം നടത്തുന്നവരും, വനിതാ ജംഗ്ഷൻ നടത്തുന്നവരും, വനിതാ കമ്മീഷൻ വരെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇത്രയൊരു കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി നടന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ സമരം നടത്തുന്ന ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ ധാർഷ്ട്യം മാത്രമല്ല, ഈ സ്ത്രീ സമൂഹത്തോട് പൊതുവെയുള്ള അവരുടെ ധാർഷ്ട്യമാണ് വന്നിരിക്കുന്നത്. സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ്. ഇത് അപലപനീയമായ ഒരു പെരുമാറ്റമാണ്. സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ അതിക്രൂരമായ ഒരു മാനസിക പീഡനമാണ്. ഇത് ശാരീരികമായി മാനസികമായിട്ടൊരു പീഡനം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങളൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ സമരപ്പന്തൽ കെട്ടി ഇരിക്കുന്നവരല്ല. മുമ്പ് ഇവിടെ സമരപ്പന്തൽ കെട്ടി ഫാനും വെച്ച് ഒരുപാട് പേര് കട്ടിലും മെത്തയും വിരിച്ച് ഇവിടെ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, കൊടും ചൂട് സഹിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നു. പെരുമഴയത്ത് ഞങ്ങൾ പലരും രോഗികളായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഷീറ്റ് ഇതുപോലെ തന്നെയാണ് ഒന്ന് വെച്ചത്. അപ്പൊ അതിനെ പോലും അടിച്ചു മാറ്റാൻ തക്ക ക്രൂരത എന്തിനാണ് ഈ ഗവൺമെന്റ് ഞങ്ങളോട് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് വേണ്ടി രാപകൽ എന്നെ പണിയെടുത്തവരാണ് ഞങ്ങൾ. മഴയും വെയിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഉരുൾപൊട്ടുമ്പോഴത്തേക്കും, മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴേക്കും, മഹാമാരികൾ വരുമ്പോഴേക്കും അവർക്ക് ആശമാരം മതി, അല്ലാത്തവർക്ക് അവർക്ക് ആശയം വേണ്ട. ഇന്നലെ ഈ മഴ സമയത്ത് വന്നത് പൊളിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു മഴയാണ്, ആ കുറച്ച് സാവകാശമെങ്കിലും. സാറേ, മഴയാണ്, അവർക്കത് കാണാമല്ലോ, മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പറയുന്നു ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുള്ളൂ, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം നിങ്ങൾ കൂടെ പിടിച്ചിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ പോലീസ് കാര്യം വ്യക്തമാക്കി അവർക്ക് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ നിവൃത്തികേട്. അവർ എന്ത് പറയാൻ പറ്റും? അവർക്ക് മേലധികാരികളുടെ ഓർഡർ അനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയെ ബാധിക്കത്തില്ലേ? അവരും ഒരു വിഷമത്തോടെ തന്നെയാണ് അവരത് അഴിച്ചു മാറ്റിയിരിക്കുന്നത്. പോലീസ് ഇത്രയും ദിവസമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് സർക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ നടപടികൾ എടുക്കുന്നതല്ലാതെ അവരും ഹൃദയം കൊണ്ട് ഞങ്ങളുടെ കൂടെ ആണെന്നാണ്. കാരണം കോവിഡ് സമയത്ത് പോലീസിനൊപ്പം നിന്നവരാണ് ഞങ്ങൾ. അവർ പുറത്തുള്ള ക്രമസമാധാനം നിയന്ത്രിച്ചപ്പോൾ മനുഷ്യരുടെ ജീവന് വേണ്ടി ഞങ്ങൾ ഓടി അവരുടെ ഒപ്പം. അതുകൊണ്ട് അവർക്കറിയാം ആ വിഷമം എന്താണെന്ന്. ഞങ്ങൾ സഹപ്രവർത്തകരായിട്ടാണ് ആ കോവിഡ് കാലത്ത് പോലീസും ഞങ്ങളും പ്രവർത്തിച്ചത്. നാളെ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എന്നിട്ടും സർക്കാർ വേണ്ട രീതിയിലൊരു സഹായം തന്നില്ലെങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധമായിട്ട് തുടർന്നു പോകാൻ തന്നെയാണ് തുടരാനാണ് ഞങ്ങളുടെ എല്ലാം താല്പര്യം. നാളത്തെ നിയമസഭാ മാർച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇടയ്ക്ക് വല്ല ചർച്ചയ്ക്ക് വല്ലതും വിളിച്ചോ? പിന്നീട് ഇല്ല ഇല്ല ഇല്ല. ആദ്യം മന്ത്രി ചേർന്ന ആ ചർച്ച തന്നെയാണോ? അതെ. ഒരു തരത്തിലുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ഉപദ്രവമേ ഉണ്ടാകുന്നുള്ളൂ. NHMന്റെ ഓർഡർ ചുമ്മാ ഇറക്കിയിട്ട് ആശമാരെ ജോലിക്ക് നിർബന്ധിതമാക്കി കയറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വോളണ്ടിയേഴ്സിനെ എടുക്കുന്നു, ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ എടുക്കുന്നു. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു തുക വകവരുത്തിയിരിക്കുകയാണ്. അതെ, അത് ആശമാർക്ക് ഭീഷണിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാളത്തെ നിയമസഭ മാർച്ച് നേരിടാൻ പോകുന്നത്.
അവസാന നിമിഷം വരെ ഈ നിങ്ങളുടെ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തതിന് മാത്രമല്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. പട്ടിണി സമരമെന്ന് തന്നെ പറയാം ഇത്. ഇനി നിയമസഭാ മാർച്ച്, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷം വലിയ രീതിയിൽ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ തന്നെ അത് ഉന്നയിക്കുമെന്ന് പറയും. അപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ? എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇവിടെ വന്ന് ഞങ്ങളോട് പിന്തുണ പറയുന്നുണ്ട്. ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യും. അത് കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഒന്നുമില്ല. ഏത് പാർട്ടിക്കാരും ഞങ്ങളോട് ഞങ്ങളുടെ അവകാശം കൃത്യമായി ന്യായമാണെന്ന് പൊതുജനത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്. അപ്പം ഈ പൊതുജന പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ളവരും ഞങ്ങളെയും പങ്കാളികളാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്ക് 3 ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. വിരമിക്കൽ ആനുകൂല്യം നൽകുക, 21,000 രൂപ ഓണറേറിയം അനുവദിക്കുക. അതെന്ന് പറയുമ്പോൾ 700 രൂപ ഡെയിലി വേജസ് ആണ്. ആ 21,000 രൂപ ഞങ്ങൾക്ക് നൽകുക. പിന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ, 62 വയസ്സിലെ ഉത്തരവ് പിൻവലിക്കുക. ഈ 3 ഡിമാൻഡുകളാണ് മർമ്മപ്രധാനമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. 3 മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും കുടിശ്ശികയാക്കിയത് പല പ്രാവശ്യങ്ങളിലും. അവസാനം ഇപ്പോഴും തന്നത് 3 മാസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് നേടിയെടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ. ഇന്നലെ ഈ പെരുമഴ മുഴുവൻ ഞങ്ങൾ നനഞ്ഞു. എന്നിട്ടും ഞങ്ങളെ ഇവിടെ ഒരു ഷീറ്റ് ഞങ്ങളുടെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പം കൈ കഴച്ചിട്ടാണ് ഞങ്ങൾ ഈ ഷീറ്റ് ഇവിടെ കെട്ടിയത്. അത് അഴിപ്പിക്കുക ചെയ്തത്. ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. ആ ഷീറ്റ് കംപ്ലീറ്റ് വെള്ളമാണ്. ഇങ്ങനെയാണ് ഞങ്ങളെ വല്ലാതെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നീതി തേടി വന്നതാ ഇവിടെ. ഞങ്ങളുടെ അധികാരികളുടെ മുൻപിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ ജനാധിപത്യത്തിന് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ്. ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. വല്ലാത്തൊരു അനുഭവമായി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങൾ ആ രീതിയിലാണ് ഇന്നലെ ഇവിടെ മഴ നനഞ്ഞത്. ഞങ്ങൾ ആരൂടത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കുടിലിൽ കഴിയുന്നവരാണ്. തെരുവിൽ കഴിയേണ്ടവരല്ല. ഞങ്ങൾ മൊത്തം ഇവിടെ ഈ പെരുമഴയാണ്. ഈ പിള്ളേര് ആ തള്ളവരൊക്കെ ഇവിടെ നനഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് ഈ ദ്രോഹം ചെയ്യാൻ ഞങ്ങൾ ഒരു തെറ്റും അവരുടെ മുമ്പിൽ ചെയ്തിട്ടില്ല. പണിയെടുത്ത പൈസ ചോദിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 3 മാസം 4 മാസം മുടങ്ങിക്കിടന്ന ഞങ്ങളുടെ വീട് എങ്ങനെ കഴിയും? ഞങ്ങൾക്കും സങ്കടമില്ല. ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല. ഞങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത് അത് നേടിയിട്ടേ ഞങ്ങൾ പോവും. തീർച്ചയായിട്ടും കാളിദാസൻ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ആശമാർ ഇനിയും പ്രതിഷേധം തുടരും. 21ാം ദിവസമാണ്. നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും. ഇനി എന്ത് നടന്നാൽ പോലും, അതായത് മാനസികമായ പീഡനങ്ങൾ ഇനി ഉണ്ടായാൽ പോലും ശക്തമായി സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശമാർ ഇപ്പോൾ പറയുന്നത്. കാളിദാസൻ. ശരി, അതുതന്നെയാണ് വിഷ്ണു. സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ, വനിതകൾക്കായി വനിതാ മതിൽ കെട്ടിപ്പടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് ഈ ആശാ വർക്കർമാരായ ഈ സ്ത്രീകളെ കാണുന്നില്ല? ഈ വനിതകൾക്കായി, ഈ വനിതകളുടെ ഉന്നമനത്തിനായി, ഈ വനിതകളുടെ അവകാശങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല. അവർക്കെതിരെ ചെയ്യുന്നു എന്നുള്ള ആരോപണം വരെ ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാരെ വിട്ട് അവർ നിൽക്കുന്ന ആ സമരപ്പന്തൽ പൊളിച്ചടുക്കുന്ന രീതിയിലേക്ക് വരെ സർക്കാർ കടക്കുന്നു എന്നുള്ള ആരോപണം വരെ ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അവരുടെ അവസ്ഥയാണ് ഇതിൽ നിന്നും, അവരുടെ ദൈന്യത അതിൽ നിന്നും വ്യക്തമാവുകയാണ്. എന്തായാലും നാളത്തെ നിയമസഭാ സമ്മേളനം വലിയ രീതിയിൽ ആ ഒരു സമ്മേളനം പ്രക്ഷുബ്ധമാകും, സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അവരുടെ ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് തീർച്ചയായും ഏത് രീതിയിലായിരിക്കും അതിനൊരു കലാശമുണ്ടാവുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകി.